ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ നാം പഠിക്കുകയാണെങ്കിൽ അത് വളരെ അധികമാണ്. സ്നേഹവാനാണ്, വിശ്വസ്തനാണ്, കരുണാമയനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, പരിശുദ്ധനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, അങ്ങനെ പോകുന്നു. അധികാരങ്ങളാണെങ്കിലോ പരമാധികാരിയാണ്, സർവശക്തനാണ്, രാജാതിരാജനാണ്, കർത്താതികർത്തനാണ്, അങ്ങനെയും പോകുന്നു. ഇത്രയധികം എണ്ണിക്കൂടാത്ത അത്രയും വിശേഷതയുള്ള ദൈവത്തിന് നാം എവിടെയാണ് സ്ഥാനം കൊടുക്കുന്നത്? വീടിൻ്റെ ഒരു മൂലയിൽ, കെട്ടിടത്തിനുള്ളിൽ, ചില സംഘടനയ്ക്കുള്ളിൽ, മതപരമായ ചട്ടക്കൂടിനുള്ളിൽ, അവിടെയെല്ലാം കാരാഗൃഹത്തിലെന്ന പോലെ ദൈവത്തെ അടച്ചിട്ടിരിക്കുകയാണ്. പരിമിതമായ സ്വാതന്ത്ര്യത്തിൽ കാഴ്ചകളും നേർച്ചകളും ലഭിക്കുമ്പോൾ മാത്രം പ്രസാദിക്കുന്ന വിധത്തിൽ, അതും നിശ്ചിത സമയത്തു മാത്രം, നിയമിക്കപ്പെട്ട മനുഷ്യരിലൂടെ, ചില നിർമ്മിതമായ പ്രാർത്ഥനകളിലൂടെ. ഇത്തരത്തിൽ മനുഷ്യൻ്റെ നിർമ്മിതമായ ദൈവം അവരുടെ കാരാഗൃഹത്തിലാണ്. എന്നാൽ യഥാർത്ഥ ദൈവം ഏതു തരത്തിലുള്ള ബന്ധമാണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കതൊന്ന് ചിന്തിക്കാം. സങ്കീർത്തനം 53:2 ഇങ്ങനെ പറയുന്നു: ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അതേ സഹോദരങ്ങളെ, യഥാർത്ഥത്തിലുള്ള ദൈവത്തെ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ എന്ന് ദൈവം നോക്കുന്നുണ്ട്. യെശയ്യാവ് 1:2-3 വാക്യങ്ങളിൽ പറയുന്നു, ശ്രദ്ധിക്കൂ: ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക, യഹോവ അരുളി ചെയ്യുന്നു: ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. യഥാർത്ഥ ദൈവത്തെ കണ്ടെത്താത്തവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ രോദനമാണിത്. ബോധമില്ലാത്ത മൃഗങ്ങളായ കാളയും കഴുതയും അവരുടെ യജമാനനെ മനസ്സിലാക്കുന്നുണ്ട്, എന്നാൽ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യർ അത് മനസ്സിലാക്കുന്നില്ല. ഏത് തരത്തിലുള്ള ബന്ധമാണ് നാമുമായി ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത് നാമും ദൈവവും ഒന്നായിത്തീരുക എന്നതാണ്. ദൈവത്തിൻ്റെ ജീവൻ നമ്മിലേക്ക് പകരപ്പെടുന്നതിലൂടെയാണ് അത് സാധ്യമാകുന്നത്. ഈ ഏകത്വം ബാഹ്യമായ ഒന്നല്ല, അത് ആത്മാവിലുള്ള ഒരു ഏകത്വമാണ്. 1 കൊരിന്ത്യർ 6:17 ശ്രദ്ധിക്കൂ: എന്നാൽ കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു. യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ അതിൻ്റെ ശാഖകളുമാണെന്ന്. എത്ര അഭേദ്യമായ ബന്ധമാണത്! യോഹന്നാൻ 14:20 യേശു പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയുമെന്നാണ്. എല്ലാം ഒന്നാകുന്ന ഒരു ദിനമുണ്ട് എന്ന് ഇതിൽ നിന്ന് വ്യക്തമല്ലേ? ധാരാളം ആളുകൾ ദിവസവും ബൈബിൾ വായിക്കുന്നുണ്ട്, പക്ഷേ അവർ നിറമുള്ള സ്വന്തം കണ്ണടയാണ് ഉപയോഗിക്കുന്നത്. അതായത് സ്വന്തം ഗ്രാഹ്യത്തിലൂടെയും മാനസികാവസ്ഥയിലൂടെയും നിയന്ത്രണങ്ങളിലൂടെയുമാണ് വായിക്കുന്നത്. ബൈബിളിൻ്റെ സാക്ഷാൽ രചയിതാവായ പരിശുദ്ധാത്മാവിൽ പ്രേരിതമായി വായിച്ചാൽ ദൈവത്തെക്കുറിച്ചുള്ള പല ഉൾക്കാഴ്ചകളും നമുക്ക് ലഭിക്കും. വെളിപാട് 3:20 കേൾക്കൂ: ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അത്രമേൽ ഇൻറ്റിമേറ്റായ ഒരു ബന്ധമാണ് യേശു നാമുമായി ആഗ്രഹിക്കുന്നത്, ഒരു വ്യക്തിപരമായ ബന്ധം. ഇനി ശ്രദ്ധിക്കുക: നാമല്ല വിളിക്കുന്നത്, യേശുവാണ് നമ്മുടെ ഹൃദയവാതിക്കൽ വന്ന് മുട്ടുന്നത്. സ്വാതന്ത്ര്യം നമുക്കാണ്, ഒരു ബലപ്രയോഗവുമില്ല. മുട്ടുമ്പോൾ തുറന്നാൽ അത്താഴം കഴിക്കും എന്ന് വെച്ചാൽ ആഴമുള്ള വ്യക്തിപരമായ ഒരു ബന്ധം. നമ്മുടെ അനുവാദം ദൈവം പവിത്രമായി കരുതുന്നു. സഹോദരങ്ങളെ, ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഈ ആഗ്രഹവും ഇന്നത്തെ ദൈവത്തോടുള്ള ആഭിമുഖ്യവും ഒന്ന് താരതമ്യം ചെയ്യൂ. നാം കാരാഗൃഹത്തിലാക്കി വെച്ച് ആവശ്യമുള്ളപ്പോൾ പലതും നൽകിയാൽ മുഖം കാണിക്കുന്ന ദൈവമാണോ യഥാർത്ഥ ദൈവം? ബുദ്ധിയും ബോധവുമില്ലാത്ത കഴുതയ്ക്കും കാളയ്ക്കും യജമാനെ മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഉടയവനെ മനസ്സിലാക്കാനാകുന്നില്ല? കണ്ണ് കുരുടാക്കാതെ ദൈവത്തെ അന്വേഷിക്കുക. അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം നോക്കുന്നുണ്ടല്ലോ. ദൈവം വെളിപ്പെടുത്തി തരും. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും
സമൃദ്ധമായി